കൽപ്പറ്റയ്ക്ക് പിന്നാലെ വയനാട് കണിയാമ്പാറ്റയിലും വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് കണിയാമ്പാറ്റ സ്വദേശിയായ 14-കാരന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ കമ്പളംകാട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുട്ടി WMS സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെയാണ് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. വിളിച്ചു വരുത്തി സംഘം ചേർന്ന് മർദ്ദിക്കുകയും മുള്ളുവേലിയിലേക്ക് കിടത്തി ചവിട്ടുകയും തലക്കിട്ട് അടിക്കുകയും ചെയ്തു. തുടർന്ന് വീട്ടിലെത്തിയ വിദ്യാർത്ഥിയെ കൽപ്പറ്റ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന എൻ്റെ 2 ഫ്രണ്ട്സിച്ചിട്ട് ആ ഫ്രണ്ട്സിനടുത്തേക്ക് പോയി. ഇത് പറഞ്ഞാൽ സാധാരണ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇവൻ വന്നിട്ട് എന്നെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ അടിച്ച് എന്നെ കമ്പിവേലിയിലേക്ക് ചവിട്ടി ഇട്ട് തലക്കടിച്ച് പുറക്കെ ഫുള്ളായിട്ട് മുറിഞ്ഞ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്ന് ഉമ്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. യൂണിഫോം അടക്കം വലിച്ചു കീറിയെന്നും കഴുത്തിനും നെഞ്ചിനും പരിക്കേറ്റതായും വിദ്യാർത്ഥിയുടെ മാതാവ് പറയുന്നു. മുള്ളുവേലിയിൽ കിടത്തി മർദ്ദിച്ചതിനെ തുടർന്ന് പുറംഭാഗം മുഴുവൻ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ മൊബൈലിൽ പകർത്തിയെന്നും എന്നാൽ പോലീസിൽ പരാതി നൽകിയതോടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തുവെന്നും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാവ് പറയുന്നു. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത്തരം പ്രവണതകൾ കൂടി വരുന്നതിനാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ജനം, വയനാട്.